ഈ ഒരു വീഡിയോന് അവസാനം ഈ ടോർച്ച് ലൈറ്റ് ഞാൻ കത്തിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു പൂർണ്ണ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലാവും. അത് കണ്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾ വാങ്ങിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇതിന് 3 വർക്കിംഗ് മോഡ്സ് ആണുള്ളത്. നോർമൽ ലൈറ്റ്, ഫ്ലാഷ് ലൈറ്റ്, അതേപോലെ തന്നെ സൈഡിലുള്ള ലാമ്പും കൂടെയാണത്. അതായത് ഇങ്ങനെ സൂം ചെയ്യാൻ പറ്റും. ഇത് ട്രക്ക് ചെയ്യുന്നവർക്കും കാറിലും ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്നവർക്കും ഒരുപാട് ഉപകാരപ്രദമാണ്. ചെറിയ വലുപ്പത്തിൽ വലിയ പ്രകാശം തരുന്ന ഒരു പവർഫുൾ ലൈറ്റ് ആണ്. ഫ്ലാഷ് ലൈറ്റ് ആയിട്ട് അടിച്ചിരിക്കുകയാണ്. ഇനി ഇതാ ഈ സൈഡിലുള്ള ലാമ്പ് മാത്രമായിട്ട്. അപ്പം വാങ്ങിക്കാനുള്ള പ്രധാന കാരണം കഴിഞ്ഞ തവണ എന്നെ പോലീസ് പിടിച്ചപ്പോഴാണ്. കാരണം അവർ ഇതേപോലെ ഫ്ലാഷ് ലൈറ്റ് വെച്ചിട്ടാണ്. അപ്പൊ 8ാമത്തെ ഫ്ലോറിൽ ഫ്ലാഷ് അടിക്കുമ്പോൾ ഡിഫറൻസ് കണ്ടോ? ഇനി നിങ്ങൾ വല്ല വീഡിയോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഫ്ലാഷ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ എന്റെ മേലേക്ക് ലൈറ്റ് അടിച്ച് ഇനി ഒന്ന് ഫ്ലാഷ് അടിച്ച്. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാറിലോ ബൈക്കിലോ സൈക്കിളിലോ നടന്നോ കിടന്നോ എങ്ങനെ യാത്ര ചെയ്യുന്നവർക്ക് ഒരുപാട് ഉപകാരപ്രദമാവുന്ന ഒരു പ്രോഡക്റ്റിനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇതൊരു മിനി ടോർച്ച് ലൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ബോക്സ് തുറന്നു കഴിഞ്ഞാൽ നമുക്കിതാ ഈ ഒരു ടോർച്ച് ലൈറ്റും അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു ചെറിയൊരു ചാർജറും കൂടെ കാണാം. ഇത് ആക്ച്വലി USB പോർട്ട് വെച്ച് ഈസിയായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. ഈ ഒരു വീഡിയോന് അവസാനം ഈ ടോർച്ച് ലൈറ്റ് ഞാൻ കത്തിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു പൂർണ്ണ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലാവും. അത് കണ്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾ വാങ്ങിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് മാത്രമല്ല ഇതിന്റെ ഒരു പൂർണ്ണ ഉപയോഗം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനു മുമ്പ് ഒരു 10-20 സെക്കൻഡ് ഈ ഒരു ടോർച്ച് ലൈറ്റിന്റെ ഫുൾ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം. ഇത് ആക്ച്വലി ചാർജ് ചെയ്യാൻ 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂറാണ് എടുക്കുന്നത്. 2 മണിക്കൂറോളം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോർച്ചാണിത്. ഇത് വളരെ ഹാൻഡിയാണ്. ശരിക്കാണല്ലേ, ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഈ ഒരു ടോർച്ച് കാണാൻ പോലും ഇല്ല. അത് മാത്രമല്ല ഇതിനൊരു സപ്പോർട്ടിങ് ഹോൾഡറും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പിടിക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ നിന്ന് താഴെ പോലെ ഈസി ആയിട്ട് നമുക്ക് ഇനി പിടിക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഇത് XP COB LED ലൈറ്റ് ആണ്. XP എന്ന് പറയുന്ന ഹൈ പെർഫോമൻസും സൂപ്പർ ക്വാളിറ്റിയുള്ള വൈറ്റ് ലൈറ്റ് വരുന്ന ടോർച്ച് ലൈറ്റ് ആണിത്. ഈ ടോർച്ച് ലൈറ്റ് എന്ന് പറയുന്ന ഒരു മൾട്ടിപർപ്പസ് പ്രോഡക്റ്റ് ആണ്. അതായത് ഇവിടെ ഒരു ടോർച്ച് ലൈറ്റും ഫ്ലാഷ് ലൈറ്റും അതോടൊപ്പം തന്നെ മിനി ലാമ്പും കൂടെ ഇതിനുണ്ട്. അത് മാത്രമല്ല ഇത് സൂം ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനെ സൂം ചെയ്യാൻ പറ്റും. ഇത് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എത്രത്തോളം പവർഫുൾ ആൻഡ് ഷാർപ്പ് ലൈറ്റ് ആണ് ഇതിൽ നിന്ന് വരുന്നത്. ഇത് നമ്മൾ സൂം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വളരെ ബ്രൈറ്റ് ആയിട്ട് വലിയ വൈഡ് ഏരിയയിലാണ് ഈ ലൈറ്റ് പ്രവർത്തിക്കുക എന്നുള്ളത്. വളരെ എനർജി സേവിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. കാരണം 1 മണിക്കൂർ ചാർജ് ചെയ്ത് 2 മണിക്കൂറോളം ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആണ്. ഇത് ട്രക്ക് ചെയ്യുന്നവർക്കും കാറിലും ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്നവർക്കും ഒരുപാട് ഉപകാരപ്രദമാണ്. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്കൊരു സേഫ്റ്റി ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലാഷ് ലൈറ്റ് അടിച്ച് കാണിക്കാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ 100% ആക്യുറേറ്റും കൃത്യതയാർന്ന ഒരു ഷാർപ്പ് ആൻഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് ആണ് ഇതിൽ നിന്ന് പോകുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ വളരെ കോമ്പാക്ട് ആൻഡ് പോർട്ടബിളും അതേപോലെ വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻ ആണ്. വളരെ ചെറിയൊരു ടോർച്ച് ലൈറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൈ പിടിച്ച് കഴിഞ്ഞാൽ അറിയ പോലും ഇല്ല. അത്രയും മനോഹരമായ ഒരു പ്രോഡക്റ്റ് ആണിത്. പിന്നെ പ്രൊഡക്റ്റ് ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റില്ലാത്ത വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്. പിന്നെ ഈ ഒരു ബോക്സിന്റെ ക്വാളിറ്റി മാത്രമാണ് എനിക്ക് അത്ര വലിയൊരു ബോധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ബോക്സ് നമ്മൾ ക്യാരി ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. കാറിന്റെ ഡാഷ്ബോർഡിലോ അല്ലെങ്കിൽ ബൈക്കിന്റെ ടൂൾ ബോക്സിന്റെ ആ ഒരു ഏരിയയിലോ അല്ലെങ്കിൽ നമുക്ക് ബാഗിലൊക്കെ ഈസി ആയിട്ട് വെക്കാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ്. ചാർജറും കൂടെ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ചാർജറും അതേപോലെ ടോർച്ച് ലൈറ്റും നഷ്ടപ്പെടില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടെ ഉണ്ട്. സാധാരണ ടോർച്ച് ലൈറ്റിനൊന്നും ഇത്തരം ബോക്സുകൾ കാണാറില്ല. ടോർച്ച് ലൈറ്റ് എന്ന് പറയുന്നത് XP + COB ലൈറ്റ് ആണ്. അതായത് ചെറിയ വലുപ്പത്തിൽ വലിയ പ്രകാശം തരുന്ന ഒരു പവർഫുൾ ലൈറ്റ് ആണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇനി നമുക്കിത് കത്തിച്ച് കാണാം. അപ്പം ഇതിന് 3 വർക്കിംഗ് മോഡ്സ് ആണുള്ളത്. നോർമൽ ലൈറ്റ്, ഫ്ലാഷ് ലൈറ്റ്, അതേപോലെ തന്നെ സൈഡിലുള്ള ലാമ്പും കൂടെയാണത്. ഇത് ഓരോന്നോരോന്നേരിയാണ്. അപ്പൊ നോർമലായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇത്രയും ക്ലിയർ ആയിട്ട്. ഇപ്പൊ ക്യാമറയിലേക്കാണ് ഞാൻ അടിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ഇനി ഞാൻ ഫ്ലാഷ് ലൈറ്റ് ആയിട്ട് അടിച്ചിരിക്കുകയാണ്. ഇനി ഇതാ ഈ സൈഡിലുള്ള ലാമ്പ് മാത്രമായിട്ട്. അപ്പം ഇത് രണ്ടും ഓഫായി. ഈ ഒരു ലാമ്പ് മാത്രമായിട്ട്. ഇത് രാത്രിയിൽ എത്രത്തോളം പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത് ഇനി നിങ്ങൾ കാണാൻ പോവാണ്. ഇതിന്റെ ഉപയോഗങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്ത് കാണാൻ വൈഡായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്യാം. ഇപ്പോൾ 2 hours യൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ലോങ് ടൈമാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് പെട്ടെന്ന് ചാർജ് തീരുള്ളൂ. അതായത് 2 hours എനിക്ക് ഈസി ആയിട്ട് കിട്ടും എന്നുള്ളത് മറ്റൊരു കാര്യം. എന്നാലും നിങ്ങൾക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഈവൻ 1 day ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഡിസാസ്റ്ററോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് നമുക്കൊരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വേണ്ടത് ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് ആണ്. ഇത് അടിച്ചു കഴിഞ്ഞാൽ ഏതൊരാളും ശ്രദ്ധിക്കും, എത്ര ദൂരെ വേണമെങ്കിലും എത്തും. ഇനി നമുക്കിതൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആളനക്കോ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അവരിലേക്ക് ഈസി ആയിട്ട് സൂം ചെയ്ത് ഈ ഒരു ലൈറ്റ് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് ചെറിയ പ്രദേശത്തേക്ക് വളരെ ബ്രൈറ്റ് ആയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അത് നമ്മൾ ഇങ്ങനെ പിടിക്കുന്നതിന് പകരം ഇങ്ങനെ പിടിക്കാം. ഇത് കാണുമ്പോൾ എനിക്ക് വളരെ യൂസ്ഫുൾ ആണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇതെന്ന് വെച്ചാൽ COB ലൈറ്റ് ആണ്. അത് ചിപ്പ് ഓൺ ബോർഡ് ലൈറ്റ് ആണത്. ഈ ഒരു ചിപ്പ് ഓൺ ബോർഡ് ലൈറ്റ് എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് LEDs യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചിപ്പ് ഓൺ ബോർഡ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഞാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് കാറിലും അല്ലെങ്കിൽ ബൈക്കിലൊക്കെ യൂസ് ചെയ്യാം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എക്സ്പ്ലോഷൻ പ്രൂഫ് ആണ്. അതായത് എക്സ്പ്ലോഷൻ ഈ ഒരു ഇതിന്റെ സെല്ല് കൊണ്ടോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കാറിനകത്ത്
കാറിനകത്ത് കൊണ്ടു നടക്കാം, അല്ലെങ്കിൽ ബൈക്കിന്റെ ടൂൾ ബോക്സിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബാഗിനകത്ത് ക്യാരി ചെയ്യാം. എക്സ്പ്ലോഷൻ പ്രൂഫ് ആയതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാവില്ല. ഇനി മറ്റൊരു കാര്യം, ഇത് വാട്ടർ പ്രൂഫും കൂടിയാണ്. വാട്ടർ പ്രൂഫ് ആണോ ഞാൻ ചെക്ക് ചെയ്തില്ല, പക്ഷേ കമ്പനി പറയുന്നത് വാട്ടർ പ്രൂഫ് ആണെന്നാണ്. അപ്പോൾ വാട്ടർ പ്രൂഫ് ആയാണ് നിങ്ങൾക്ക് ട്രക്കിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ നിന്നൊക്കെ ടോർച്ച് അടിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കിത് ഒരുപാട് ഉപകാരപ്പെടും. കാരണം മറ്റൊന്നുമില്ല, ഞാൻ എൻ്റെ കാറിനകത്ത് കുറച്ച് സാധനങ്ങൾ ഞാൻ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കാണ്ട് അതിനകത്ത് ഒരു സാധനം കൂടെ ഞാൻ ആഡ് ചെയ്തു. ഇതിന് മുമ്പ് ഞാൻ നമ്മുടെ യൂട്യൂബിൽ ഒരു സെൽഫ് ഡിഫെൻസിന് വേണ്ടി ടൂളൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കാറിനകത്ത് വെക്കുന്ന സാധനങ്ങളാണ്, കാരണം നമ്മുടെ ഒരു സേഫ് സൈഡിന്. അപ്പം ഇതും അതേപോലെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഒരുപാട് ഉപകാരപ്രദമാവുന്ന ഒരു പ്രോഡക്റ്റ് ആണത്. നമ്മുടെ കാറിലേക്ക് ആവശ്യമുള്ള പല സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പലതും ഞാൻ കാറിനകത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന സാധനങ്ങളാണ്. അപ്പം അതിനകത്ത് ഒരു സാധനമാണ് ഒരു സെൽഫ് ഡിഫെൻസ് ടൂള്. അപ്പം അത് നമ്മൾ വാങ്ങിച്ച് അതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതേപോലെ തന്നെ നമ്മൾ കാറിലേക്ക് വാങ്ങിച്ച മറ്റൊരു പ്രോഡക്റ്റ് ആയിരുന്നു ഡാഷ് ക്യാം, അതായത് റെഡ് ടൈഗറിന്റെ F7N എന്ന് പറയുന്ന ഡാഷ് ക്യാം. അതും നമ്മൾ കാറിൽ ഇൻസ്റ്റാൾ ചെയ്തതിന്റെ വീഡിയോസ് എല്ലാം നമ്മുടെ യൂട്യൂബിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കാണണമെങ്കിൽ കാണാം. അപ്പോൾ ഇതും എൻ്റെ കാറിലേക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ച ഒരു പ്രോഡക്റ്റ് ആണത്. അപ്പോൾ കാറിലേക്ക് എനിക്ക് ഒരുപാട് ഉപകാരം ഭാവിയിൽ ഉണ്ടായേക്കാം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ടോർച്ച് ലൈറ്റ് ഒക്കെ നമ്മളിപ്പം പലപ്പോഴും ആവശ്യപ്പെടും. പ്രത്യേകിച്ച് ഫ്ലാഷ് ലൈറ്റ് എപ്പോഴും ആവശ്യമുണ്ട്. ഞാനിത് വാങ്ങിക്കാനുള്ള പ്രധാന കാരണം കഴിഞ്ഞ തവണ എന്നെ പോലീസ് പിടിച്ചപ്പോഴാണ്. കാരണം അവർ ഇതേപോലെ ഒരു ഫ്ലാഷ് ലൈറ്റ് വെച്ചിട്ടാണ് നമ്മുടെ കാർ നിർത്തിച്ചത്. അന്നേരം എൻ്റെ മൈൻഡിൽ ഓടിയൊരു കാര്യമാണ് നമ്മുടെ കയ്യിൽ ഒരു ഫ്ലാഷ് ലൈറ്റ് വേണമെന്ന്. പിന്നെ ഞാൻ തപ്പി നടന്നപ്പോൾ ഇത്രയും ഹാൻഡി ആയിട്ട് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വളരെ ഈസി ആയിട്ട് പോർട്ടബിൾ ആയിട്ടുള്ള കാറിനകത്തും അതേപോലെ വാട്ടർ പ്രൂഫും എക്സ്പ്ലോഷൻ പ്രൂഫും ഒക്കെ ആയിട്ടുള്ള ഇത്രയും ഉപകാരമുള്ള ഇത്രയും ചെറിയ പ്രോഡക്റ്റ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഇത് കിട്ടിയപ്പോൾ ഞാൻ സ്പോട്ടിൽ തന്നെ വാങ്ങിച്ചു. ഇതിന്റെ ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് ത്രൂ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ഇത് വാങ്ങിക്കുന്നു വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾക്ക് എന്തായാലും ഭാവിയിൽ ഉപകാരം ഉണ്ടാവാം. എന്തായാലും ആപത്തൊന്നും വരാതിരിക്കട്ടെ. പക്ഷേ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ടോർച്ചിന്റെയോ ഫ്ലാഷ് ലൈറ്റിന്റെയോ അല്ലെങ്കിൽ ചെറിയൊരു ടൈനി ലാമ്പിന്റെയോ ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കുക. വളരെ ചീപ്പായിട്ടുള്ള ഒരു സാധനമാണ്. ഓൾറെഡി ഡിസ്കൗണ്ട് പോകുന്നുണ്ട് ആമസോണിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് 380 rupees ഈ ഒരു പ്രോഡക്റ്റ് കിട്ടിയത്. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് വാങ്ങാൻ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഞാനിത് ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് തന്നെ തീരുമാനിച്ചത്. ഇപ്പൊ ആമസോണിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ഇത്രയും ചെറിയ സൈസിലുള്ള ഒരുപാട് പ്രോഡക്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു സെയിം പ്രോഡക്റ്റ് തന്നെ വാങ്ങിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. കാരണം ഞാനിത് ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് മറ്റു പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റി എന്താണ്, അതേപോലെ ലൈറ്റിന്റെ പവർ എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഇതിൻ്റെത് ഞാൻ വ്യക്തമാക്കി മനസ്സിലാക്കിയതാണ്. അപ്പോൾ നമ്മൾ ഈ ലൈറ്റ് എന്നാലും കത്തിച്ച് വെക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഈ ലൈറ്റ് ഓഫ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലിയർ വിസിബിലിറ്റി ഇട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ലൈറ്റ് ഓഫ് ചെയ്താൽ ചിലപ്പോൾ എന്നെ കണ്ടിട്ട് ഈ ടോർച്ച് ലൈറ്റ് എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ ആദ്യം ഈ ഒരു ടോർച്ച് ലൈറ്റ് കത്തിക്കാൻ പോകണേ. ഫസ്റ്റ് ഞാൻ ഈ ടോർച്ച് ലൈറ്റ് കത്തിക്കുന്ന സമയത്ത് സൂം ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഓരോ മോഡിലേക്ക് ഇത് മാറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഞാൻ മനസ്സിലാക്കി തരാം എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം നമുക്കിത് ഒരു സേഫ് സൈഡിന് ഞാൻ ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്നുണ്ട്. ഈ ഒരു ത്രെഡ് വെച്ചിട്ടുള്ള ഈ ഒരു ഹോൾഡർ വെച്ച് നമുക്ക് പിടിക്കാം. അത് കഴിഞ്ഞതാ ഈസി ആയിട്ട് നമുക്കത് ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ടോർച്ച് ഉണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് അടിക്കുകയാണ്, ടോർച്ച് അടിക്കുകയാണോ. ഇവിടെ എന്തെങ്കിലും ഡിഫറൻസ് അറിയുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇനി ഓക്കെ, ഞാൻ ഈ ഒരു സൈഡിലേക്ക് അടിക്കുകയാണ്. ഈ ഒരു സൈഡിലേക്ക് ടോർച്ച് അടിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. ഇനി ഞാനിത് സൂം ചെയ്യാണ്. ഇത് സൂമബിൾ ആണ്. ലൈറ്റ് ഫോക്കസ് ആയി ഇത് ഡസ്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ ഇങ്ങനെ കാണാം, കണ്ടല്ലേ? ഇനി ഇതിന്റെ പവർ എത്രത്തോളം പോകുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എന്തായാലും അവിടെ കുറച്ച് ഫ്ലാറ്റുകളൊക്കെ ഉണ്ട്, അവിടേക്ക് അടിച്ച് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. അതാ ഈ ഒരു മരത്തിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ പോയി 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 ആ ഒരു ബിൽഡിംഗ്, അത്രയും ദൂരമുള്ള ഒരു ബിൽഡിങ്ങിന് മുകളിലെത്തി. ഇനി ഇത് ആ ഒരു ബിൽഡിങ്ങിന് മുകളിലെത്തി. ഇനി ഇത് ഇവിടെ പണി നടക്കുന്ന കുറച്ച് ബിൽഡിങ്സ് നമുക്ക് അവിടേക്ക് അടിക്കാം. അപ്പോൾ ഇത്രയും ദൂരം ഈസി ആയിട്ട് പോകും. ഈ ഒരു ബിൽഡിങ്ങിന് മുകളിലൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. കണ്ടില്ലേ, ആ മരത്തിന്റെ മുകളിൽ സൂം ഔട്ട് ചെയ്യുന്നത് കണ്ടില്ലേ? അപ്പം സൂം ഇൻ ചെയ്തു, സൂം ഔട്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്കിത് ഫ്ലാഷ് അടിക്കാം. കണ്ടോ, ഇത് ഞാൻ കുറച്ച് അടുത്തേക്കുള്ള ഫ്ലാഷ് അടിച്ച് കാണിച്ചു തരാം. ഇതാ താഴെ കണ്ടില്ലേ, താഴെ ഈ ഫ്ലാഷ് അടിക്കുന്നത്, ഇത് ഞാൻ 8ാമത്തെ ഫ്ലോറിലായിട്ടുള്ളത്. അപ്പോൾ 8ാമത്തെ ഫ്ലോറിന് ഈ ഫ്ലാഷ് അടിക്കുമ്പോഴുള്ള ഡിഫറൻസ് കണ്ടോ? ഇതാ ഇവിടെ താഴെ ഒരു കാറുണ്ട്, 2 കാറുകളുണ്ട്. ആ ഒരു കാറിലേക്ക് ഞാൻ ഫ്ലാഷ് ചെയ്യാണ്. അപ്പം പെട്ടെന്ന് നമുക്കൊരു എന്തെങ്കിലും സേഫ്റ്റി ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് മറ്റേതെങ്കിലും ആളുകളൊക്കെ കാണുന്ന സമയത്ത് ആ ഒരു സൈഡിൽ നമുക്ക് ഇങ്ങനെ ഫ്ലാഷ് ലൈറ്റ് അടിക്കാം എന്നുള്ളൊരു ബെനിഫിറ്റ് ഇതിനകത്തുണ്ട്. അപ്പോൾ കുറച്ച് ദൂരെയൊക്കെ ഞാൻ ഫ്ലാഷ് ലൈറ്റ് അടിക്കാം. ഇനി അതാ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ബിൽഡിങ്ങിലേക്ക് തന്നെ ഫ്ലാഷ് ലൈറ്റ് അടിക്കാം. ഇനി അതിൻ്റെ ബാക്ക് സൈഡിലൊരു ബിൽഡിംഗ് ഉണ്ട്, അവിടേക്ക് പെട്ടെന്ന് കണ്ടൊന്നും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇനിയിപ്പം മറ്റു കാണിക്കാൻ പറ്റിയതാ ഈ ഒരു സൈഡിലേക്ക് ഞാൻ താഴോട്ട് അടിക്കട്ടോ. ഫ്ലാഷ് ലൈറ്റ് എത്രത്തോളം പവർഫുൾ ആണെന്നുള്ളത് കണ്ടില്ലേ? ഇനി ഞാൻ ഇതിൻ്റെ
ടൈനി ലാമ്പ് ഓൺ ആക്കി. അപ്പൊ ഈ ടൈനി ലാമ്പ് ഓൺ ആക്കുമ്പോൾ എന്റെ മുഖത്തേക്ക് എത്രത്തോളം വെളിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഈ ഒരു സൈഡിൽ ഒരു ചട്ടിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ചട്ടിക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എന്റെ മുഖത്തേക്ക് അടിക്കുമ്പോൾ ആണോ ക്യാമറയിലേക്ക് അടിക്കും അല്ല, ഇത്രയേ ഉള്ളൂ സാധനം. വളരെ സിമ്പിൾ ആയിട്ട് കൊണ്ടു നടക്കാം. എന്റെ മുഖത്ത് ഇത്രയും ക്ലിയർ. എന്നെ ഇനി നിങ്ങൾ വല്ല വീഡിയോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഫ്ലാഷ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ കണ്ണിലേക്ക് അടിക്കുമ്പോഴല്ല, കണ്ണ് നല്ല രീതിയിൽ പണിയാം. 10 സെക്കൻഡ് കണ്ണ് കാണില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഇത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ടൈനി ലാമ്പാണ്. അത് വെച്ച് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്നെ വേണമെങ്കിൽ ഈസി ആയിട്ട് നല്ല ലൈറ്റ് എൻ്റെ മുഖത്തേക്ക് അടിക്കുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ മേലേക്ക് ലൈറ്റ് അടിച്ച് ആണോ എനിക്കിങ്ങനെ അടിക്കാൻ ശരിക്കും ഒന്ന് LED ലാമ്പാണ്. എൻ്റെ കണ്ണ് ഭയങ്കരമായിട്ട് കുത്തുന്നുണ്ട്. അതേപോലെയുള്ള ഒരു ഫീലാണ് അതിൽ. ഇനി ഒന്ന് ഫ്ലാഷ് അടിച്ച് കണ്ടല്ലേ എൻ്റെ ഫേസിൽ വരുന്ന ഡിഫറൻസ് കണ്ടോ? ഈ ഒരു പ്രോഡക്റ്റ് ആക്ച്വലി നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവുന്നുള്ള ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഇതേപോലെ ഒരുപാട് പ്രോഡക്ട്സിന്റെ വീഡിയോസ് ഞാൻ ഇനിയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആയിരിക്കും. അത് വെറുതെ എന്തെങ്കിലും ഒരു പ്രോഡക്ട്സ് ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുന്ന കാര്യമില്ലല്ലോ. ഇതൊക്കെ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇതേപോലെ ഇതിനേക്കാളും കുറച്ച് ബെറ്റർ ആണെന്ന് തോന്നുന്നു മറ്റേതെങ്കിലും പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യുക. അത് എന്നെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ഞാൻ വാങ്ങിച്ചിട്ട് അതിന്റെ റിവ്യൂ കൂടെ ഇടുന്നതാണ്. ഇതെന്തായാലും ഞാൻ 100% നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. കാരണം ഞാൻ യൂസ് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ജെനുവിൻ അല്ലാത്ത ഒരു പ്രോഡക്റ്റും നമ്മൾ എന്തായാലും നിങ്ങളിലേക്ക് റെക്കമെൻഡ് ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒരു 380 റുപ്പീസിന് നിങ്ങൾക്ക് ഇപ്പോൾ ഡിസ്കൗണ്ടിൽ ആമസോണിൽ അവൈലബിൾ ആണ്. ഈ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കൂടെ കാണാം, ഇതിൻ്റെ അവൈലബിലിറ്റി ഏതാണ് ഈ പ്രോഡക്റ്റ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങളത് വാങ്ങിച്ച് നോക്കുക. നിങ്ങൾ കാറിൽ വെക്കാം, അതേപോലെ ബൈക്കിൽ വെക്കാം, ഇനി അതല്ല ക്യാരി ബാഗിൽ വെക്കാം. നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ പറ്റുമെന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. മേ ബി ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങളുടെ കൂടെ ക്യാരി ചെയ്യാൻ പറ്റുമെങ്കിൽ ലഗേജ് ബോക്സിനകത്ത് വെക്കാം. അബ്രോഡൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഇതേപോലെ മറ്റു കുറച്ച് പ്രോഡക്ട്സിന്റെ വീഡിയോസും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ മാക്സിമം കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ഇതേപോലത്തെ മറ്റെന്തെങ്കിലും പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചിട്ട് അതിന്റെ റിവ്യൂ നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ അതും കമന്റ് ആയിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതേപോലെ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഇതിന് അടിയിലുണ്ട്. ആ ഒരു വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അയക്കാം. കമന്റ് ആയിട്ട് അയക്കണം എന്നില്ല, വാട്സ്ആപ്പ് മെസ്സേജ് ആയിട്ട് അയച്ചു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഉറപ്പായിട്ടും ഞാൻ വാങ്ങിച്ചിട്ട് അതിന്റെ റിവ്യൂസും അതിന്റെ ജെനുവൻ ആയിട്ടുള്ള റിവ്യൂസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മറ്റൊരു കാര്യം കൂടെ പറയാം. ഇതിന്റെ നെഗറ്റീവ് എന്ന് എനിക്ക് പെട്ടെന്ന് പറയാൻ ഞാൻ പറഞ്ഞു, ഈ ഒരു ബോക്സ് ക്വാളിറ്റി വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ബോക്സ് ക്വാളിറ്റിയാണ്. എന്നാലും പൊട്ടുമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക്. പക്ഷേ ഈസി ആയിട്ട് ബാഗിനകത്തൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയൊരു ബോക്സ് ആണ്. പിന്നെ അതല്ലാതെ ഇതിനകത്ത് മറ്റൊരു നെഗറ്റിവിറ്റി ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ ഈ ഒരു എൻ്റെ കൈ ഇത്തിരി വലുതാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലാണെങ്കിൽ പോലും ഈസി ആയിട്ട് 4 വിരലിൽ കയറില്ലെങ്കിലും 3 വിരലിൽ കയറിയിട്ട് നമുക്ക് ഈസി ആയിട്ട് പിടിക്കാം. അപ്പം ശരിക്കും ഈ ഹോളിവുഡ് ഫിലിംസിലൊക്കെ പോലീസുകാർ ലൈറ്റ്സ് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അവർ ഇങ്ങനെയാണ് ഹോൾഡ് ചെയ്യുക, ഇങ്ങനെ ഇതേപോലെയാണ് ശരിക്കും ഹോൾഡ് ചെയ്യേണ്ടതെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. അപ്പം ഇത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ വളരെ ഹാൻഡിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. പിന്നെ ഇതിന്റെ ഡിസൈൻ കണ്ടില്ലേ, ഇതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ്. ഇവിടുത്തെ ഒരു ലെൻസ് ആണ് വരുന്നത്. അപ്പം LED ലൈറ്റ് ആണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഞാൻ പറഞ്ഞു. പിന്നെ ഈ ഒരു സൈഡിൽ നമ്മുടെ ഒരു മിനി ഒരു ചെറിയൊരു സ്മോൾ ലാമ്പും കൂടെ. പക്ഷേ ഈ സ്മോൾ ലാമ്പ് എന്ന് വായും കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ലൈറ്റും കൂടിയാണ്. അപ്പം ഞാൻ എന്തായാലും ലൈറ്റ് പ്രവർത്തിച്ച് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കുക. പ്രോഡക്റ്റിന്റെ ലിങ്ക് നിങ്ങളുടെ സൗകര്യത്തിനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.